കൊച്ചി മരടിൽ തീരദേശ ലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയ ഫ്ളാറ്റുകൾക്ക് കനത്ത പിഴ ഈടാക്കി. തീർപ്പാക്കേണ്ടതായിരുന്നുവെന്ന് സുപ്രീം കോടതി ജഡ്ജി BR ഗവായ്. ഫ്ളാറ്റ് ഉടമകളുടെ നഷ്ടപരിഹാരം ഉൾപ്പെടെ പരിഗണിക്കുമ്പോഴായിരുന്നു പുതിയ ബെഞ്ചിൻ്റെ പരാമർശം. നഷ്ടപരിഹാരം സംബന്ധിച്ച് 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാനും കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. കൊച്ചി മരടിലെ 4 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ചു നീക്കിയ കേസിൽ നഷ്ടപരിഹാരം സംബന്ധിച്ച വിഷയങ്ങൾ പരിഗണിക്കുമ്പോഴായിരുന്നു പുതിയ ബെഞ്ചിലെ അധ്യക്ഷനായ ജസ്റ്റിസ് BR ഗവായിയുടെ സുപ്രധാന നിരീക്ഷണം. തീരദേശ പരിപാലന നിയമം ലംഘിച്ച് നിർമ്മിച്ചുവെന്ന് കണ്ടെത്തിയ ഫ്ളാറ്റുകൾക്ക് കനത്ത പിഴ ഈടാക്കി തീർപ്പാക്കേണ്ടത് ആയിരുന്നുവെന്ന് BR ഗവായ് അഭിപ്രായപ്പെട്ടു. 2020-ൽ 4 ഫ്ളാറ്റുകൾക്കൊപ്പം ഒളിച്ചു നീക്കിയ ഗോൾഡൻ കായലോരത്തിന്റെ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ജസ്റ്റിസ് BR ഗവായിയുടെ പരാമർശം. തീരദേശ പരിപാലന നിയമം ലംഘിച്ചതിനല്ല നോട്ടീസ് ലഭിച്ചതെന്നും എന്നാൽ ഇക്കാര്യം കണക്കിലെടുക്കാതെയാണ് ഫ്ളാറ്റ് പൊളിക്കാൻ ഉത്തരവിട്ടതെന്നും ഗോൾഡൻ കായലോരത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP വാദിച്ചു. തീരദേശ പരിപാലന വിഷയത്തിൽ പാർലമെന്റിൽ സ്വകാര്യ ബിൽ അവതരിപ്പിച്ചുകൂടെയെന്ന് രാജ്യസഭാംഗമായ ഹാരിസ് ബീരാനോട് ബെഞ്ചിലെ മറ്റൊരു ജഡ്ജിയായ KV വിശ്വനാഥൻ ആരാഞ്ഞു. സ്വകാര്യ ബിൽ പാർലമെന്റ് അംഗീകരിച്ചാൽ പൊളിച്ച ഫ്ളാറ്റുകൾ പണം നൽകേണ്ട ഉത്തരവാദിത്വം സുപ്രീം കോടതിക്കാകില്ല എന്നായിരുന്നു BR ഗവായിയുടെ നർമ്മം കലർന്ന പരാമർശം. 2020 ജനുവരി 11-12 തീയതികളായിരുന്നു ജസ്റ്റിസ് അരുൺ മിശ്രയുടെ ഉത്തരവ് പ്രകാരം ഹോളി ഫെയ്ത്ത് H2O, ഗോൾഡൻ കായലോരം, ജെയിൻ കോറൽ കോവ്, ആൽഫ സെറിൻ എന്നീ വൻകിട ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയത്. കനത്ത പിഴ ഈടാക്കി ഫ്ളാറ്റുകൾ സംരക്ഷിക്കണമെന്ന വാദം അന്ന് സുപ്രീം കോടതിയിൽ ഉയർന്നുവെങ്കിലും ജസ്റ്റിസ് അരുൺ മിശ്ര പൊളിച്ചു മാറ്റിയേ തീരുവെന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുകയായിരുന്നു. നഷ്ടപരിഹാരം ഉയർത്തുന്നടക്കമുള്ള വിഷയങ്ങളിൽ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ സാവകാശം ചോദിച്ചതോടെ കേസ് 4 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റി. കൈരളി ന്യൂസ്, ദില്ലി.